പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോമി ബേബി, വേദിയിലുള്ള മറ്റ് വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുഞ്ഞുമക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇപ്പോഴും നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത് മുഴുവൻ രാസലഹരിയെ കുറിച്ചാണ്. എന്നാൽ അത് മാത്രമല്ല പ്രശ്നം. അതിന് മുമ്പേ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ആ സാധനങ്ങളൊക്കെ നിൽക്കണം. അത് നിന്നാലേ ഇതിലേക്ക് പോണത് നമുക്ക് തടയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മോൾ ഭാഗത്തെ മാത്രം ഇപ്പോഴത്തെ കറന്റ് വിഷയം മാത്രം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാല് ഇത് തീരില്ല. അപ്പൊ നമുക്ക് ലഹരി എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ എന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുമക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലഹരി എന്ന് ഇഷ്ടമില്ലാത്ത, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ലഹരിയാണ്, ദുശീലമാണ്. അപ്പൊ എന്റെ മുന്നിൽ കുറച്ച് പുരുഷന്മാരിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ദുശീലമാണ്, ലഹരിയാണ്. അപ്പോ വീട്ടമ്മമാരിരിക്കുന്നു. ഭർത്താവിനും മക്കൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ദുശീലമാണ്, ലഹരിയാണ്. ഇങ്ങനെ വൈഡായിട്ട് പറയണം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. സിഗരറ്റ്, ബീഡി, മുറുക്കല്, ഹാൻസ്, മദ്യം, ബിയർ, വൈൻ ഉൾപ്പെടെ മയക്കുമരുന്നുകൾ, അതിലാണ് നമ്മൾ ഇതിനടുത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ വരുന്നത്. മൊബൈൽ അഡിക്ഷൻ, ഷോർട്സ് തുടങ്ങി, യൂട്യൂബ് വാച്ചിങ് തുടങ്ങി, ഇൻസ്റ്റാഗ്രാം തുടങ്ങി, ഗെയിംസ് തുടങ്ങി, മൊബൈൽ അഡിക്ഷൻ, പ്രണയലഹരി, വാഹനലഹരി. ചെറിയ മക്കൾ പോലും വണ്ടി ഓടിക്കുകയാണ്. മിക്കവാറും അതിന്റെ ബാക്കിൽ അവരെ അമ്മയും അച്ഛനും ഉണ്ട്. തികഞ്ഞ അനാസ്ഥ. അതേപോലെ ഇപ്പോ കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷെ പല സ്കൂളിലും പോകുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. സാധാരണ നമ്മൾ ഇപ്പൊ ഓരോ മതത്തിനും കാണുമ്പോൾ വിഷ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. ക്രിസ്ത്യൻസിനായാലും ഹിന്ദുക്കൾക്കായാലും മുസ്ലിങ്ങൾക്കായാലും അവര് അഭിവാദ്യം ചെയ്യില്ല. ഇനി അതല്ലെങ്കിൽ പോയും കോമൺ മാൻ ഗുഡ് മോർണിംഗ് എന്ന് പറയണ പോലെ ഈ കുഞ്ഞുമക്കള് ഇവിടെ അടുത്തൊരു സ്കൂൾ ഞാൻ പറയില്ല, ആ സ്കൂളിലെ പ്രിൻസിപ്പൾ അഥവാ ഹെഡ് മിസ്ട്രസ് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ടീച്ചർ ഇരിക്കുമ്പോൾ ബാക്കിലൂടെ 2 കുട്ടികള് പോവുകയാണ്. അപ്പൊ അതിലൊരു കുട്ടി വിഷ് ചെയ്ത രീതിയാണ് ഡേഷ് മോനെ. അപ്പൊ തിരിച്ച് ഇവൻ ഡേഷ് മോനെ, പച്ചത്തെറിയാണ്. ടീച്ചർ ഞെട്ടിപ്പോയി. ടീച്ചർ വിളിപ്പിച്ച് ചോദിച്ചു, മക്കളെ എന്താണ് ഈ പറഞ്ഞത്? അപ്പൊ പറഞ്ഞ മറുപടി, ടീച്ചർ ഇത് ഞങ്ങൾ തമാശക്ക് എപ്പോഴും പറഞ്ഞിട്ടിരിക്കുന്നതാണ്, അച്ഛനമ്മയ്ക്കാണ് വിളിക്കുന്നത്. ഇത് കേവലം ഞാൻ പർവ്വതീകരിച്ച് പറയുന്നതല്ല, മറിച്ച് നമ്മുടെ സമീപ ജില്ലയിൽ തെറി മാത്രം പറയുന്ന ഒരാളെ കട ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചപ്പോ അവിടെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടപ്പോ പോലീസിനെ വിളിച്ചപ്പോ പോലീസ് പോലും ഞെട്ടിപ്പോയി. അവിടെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഈ കുഞ്ഞുമക്കളാണ്. അതായത് തെറി പറയുന്ന ആളോട് ആരാധന, അത് അപകടമാണ്. കാരണം നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൊലപാതകങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ ചിലപ്പോൾ ഒരു തെറി പറഞ്ഞാൽ മതി ഒരു കൊലപാതകം നടക്കാൻ. പറയാൻ കാരണം ഈ ഡിസംബർ 31, ഈ വർഷത്തെ ഡിസംബർ 31 ഒരു കൊലപാതകം നടന്നു. ഒരു വിദ്യാർത്ഥി ഒരാളെ തൃശ്ശൂർ ടൗണിലിട്ട് കൊലപ്പെടുത്തി. അതല്ലാതെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 2 പേര് ബൈക്കിൽ വരികയാണ്. അപ്പൊ വേറെ ഒരാൾ ബൈക്കിൽ നിൽക്കുമ്പോൾ അവിടെ നിർത്തി. ബൈക്കിൽ വന്ന ഒരാള് അവിടെ നിൽക്കുന്ന ആളോട് ഹാപ്പി ന്യൂ ഇയർ എന്ന്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ബൈക്കിൽ നിന്ന് മറ്റേ ആള് ഈ ആളെ 24 കുത്താണ് കുത്തിയത്. തൃശ്ശൂർ ജില്ലയിലാണ്. എന്താ കാര്യം? എന്നോടല്ലേ ഇവനെ ഹാപ്പി ന്യൂ ഇയർ പറയേണ്ടത്? ഞാനല്ലേ ഒപ്പം കയറിയത്? എന്നോട് പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട്. അപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ ഈ തെറി പറച്ചിലും കാര്യങ്ങളൊക്കെ ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ല തെറിയെ കുറിച്ച്. അപ്പൊ ഇതെവിടെന്നാ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കണം, അത് ഒഴിവാക്കും. അപ്പൊ അത് ദുശീലമാണ്, ലഹരിയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുട്ടികൾ ഇടികൂടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളത് കറക്ഷൻ വരുത്തിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അത് ചെറിയ കുട്ടികളല്ലേ, ജ്യേഷ്ഠനീനല്ലേ, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നിങ്ങൾ അതിനെ ലാഘവത്തോടെ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അടുത്തൊരു എന്താണ് പറയാ, കോട്ടയം നഴ്സിംഗ് കോളേജില് ഒരു റാഗിംഗ് സംഭവം ഉണ്ടായിരുന്നു. 4 മാസക്കാലം ആ ഒരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ റാഗ് ചെയ്തു? അതായത് പച്ച ശരീരത്തില് കോമ്പസ് കൊണ്ട് കുത്തി ചോര വരുമ്പോൾ 5ഓളം വരുന്ന വിദ്യാർത്ഥികൾ ചിരിക്കുന്നു. തുടർന്ന് സ്പിരിറ്റ് ഒഴിക്കുന്നു. സ്പിരിറ്റ് ഒഴിച്ച് പെടയുമ്പോ വീണ്ടും ചിരിക്കുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ കയറ്റിവെക്കുന്നു. ഭാരമുള്ള സാധനം കയറ്റിവെക്കുക. അപ്പൊ അവന് വേദന കൊണ്ട് പെടയുമ്പോ ഇവിടെ കിടന്ന് ചിരിക്കുന്നു. ഈ ചിരിച്ച 5 ആൾ ആരെന്ന് ഞാൻ പറഞ്ഞിട്ട്
ഈ കൃത്യം ചെയ്ത 5 ആളാരെന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രായത്തില് ഇപ്പൊ ഒരു ഇടിക്കുമ്പോ 2 കുട്ടികൾ ഇടിക്കുമ്പോ ഒരുത്തൻ ജയിക്കുമല്ലോ, ജയിക്കുമ്പോ മറ്റാൾക്ക് അറിയില്ലേ, അപ്പൊ ഇവൻ ചിരിക്കില്ലേ? ഈ ചിരിച്ച മോനാണ് ഈ 5 പേര്. അപ്പൊ നമ്മുടെ കുട്ടികളിൽ വരുന്ന ചെറിയതും വലുതുമായ പ്രശ്നങ്ങള് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ആദ്യം കഴിയും വീട്ടുകാർക്കാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇനി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടാല് അത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള അനീതികൾ, കൊടും ക്രൂരതകള് ഈ കുഞ്ഞുമക്കള് വലുതാകുമ്പോൾ ചെയ്യും. അപ്പോ ഞാൻ പറയുന്നു, ഇത്തരം കാര്യങ്ങൾ ഇനി ഇത് കൂടാണ്ട് വേറൊരു കർമ്മ പരിപാടിയാണ് കുട്ടികളെ കളിയാക്കല്. പണ്ടും കളിയാക്കാറുണ്ട്, കൂടെ പഠിക്കുന്ന കുട്ടികളെ പല പേര് വിളിച്ചൊക്കെ കളിയാക്കാറുണ്ട്. അന്ന് ഇത് ഇത്ര ഗൗരവമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെ കളിയാക്കി കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കണം. മറ്റൊരാളുടെ സ്വകാര്യ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിലെ കുറവ് കാണിച്ചുകൊണ്ട് അത് വെച്ച് കളിയാക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ മോശമായൊരു ടോക്ക് ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചാൽ പോലും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഈ അടുത്ത് നമ്മുടെ ഒരു വലിയൊരു പണക്കാരൻ, ഞാൻ പേരൊന്നും പറയില്ല, നിങ്ങൾക്ക് അറിയാം, നിങ്ങളും പറയണ്ട, ഞാൻ ആരും പേരും പറയില്ല, സ്കൂളൊന്നും പറയില്ല, കാരണം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു വലിയ പണക്കാരൻ ഒരു നടിയോട് ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു, റിമാൻഡ് ചെയ്തു. ഒരു കോടീശ്വരനെ റിമാൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരെ നമ്മുടെ മക്കൾ ഉൾപ്പെടെ, നാം ഉൾപ്പെടെയുള്ള സാധാരണക്കാര് അങ്ങനെ ഒരു ബോഡി ഷേമിങ് ചെയ്താല്, അല്ലെങ്കിൽ ഒരാളെ കളിയാക്കി കഴിഞ്ഞാല് നമ്മളും ജയിലിൽ പോയി കിടക്കില്ലേ? അപ്പൊ ഈ കാര്യം കൂടിയും ശ്രദ്ധിക്കണം. ഈ കാര്യം ശ്രദ്ധിക്കാനായിട്ടാണ് ഇവരെ ടെക്സ്റ്റ് ബുക്കില്, 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കില്, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഹിസ്റ്ററിയില് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്ററില്, ഞാൻ സത്യത്തിൽ അതൊക്കെ പഠിക്കുന്ന എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും പഠിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോന്ന് എന്റെ ഓർമ്മയിലില്ല. പക്ഷെ ഞാനിപ്പോ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നു, ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഇതാണ് ഒരു സംഭവം. ആർട്ടിക്കിൾ 15 പ്രകാരം there is no discrimination based on sex, religion, caste, date of place. അതായത് ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ ജനിച്ച സ്ഥലത്തിന്റെ പേരിലോ ഒരു വിവേചനവും പാടില്ല. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ